ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഹെൽത്ത് മിക്സ് പൗഡറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ മേടിച്ച് പുറത്തുനിന്ന് കൊടുക്കുന്നുണ്ടല്ലേ. ഇനി അതിന് പകരം ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ജാഗറിയോ അതുപോലെ തന്നെ കുറച്ച് കൊക്കയൊക്കെ ആഡ് ചെയ്ത് അവർക്കൊരു ചോക്ലേറ്റ് ഫ്ലേവറായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം കഴിക്കാവുന്ന കുട്ടികൾക്കാണെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, അല്ലാത്തവർക്ക് പാലിനിട്ടൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ലേഡീസ് എസ്പെഷ്യലി 30 കഴിഞ്ഞവർക്ക് PCOD ഉള്ളവർക്കൊക്കെ ഒരുപാട് ഹെൽത്തിന് ഗുണം ചെയ്യും കേട്ടോ. എല്ലാ ഏജുകാർക്കും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ എൻ്റെ ചാനൽ കൂടുതൽ കാണുമ്പോൾ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ഡ്രൈ നട്ട്സ് ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പീനട്ട് ഞാനൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഒരുപാട് ഇട്ടിട്ട് നമ്മൾ ഇതാക്കണ്ട. നമ്മളിന്ന് ചൂടായി കഴിയുമ്പോൾ എല്ലാം ഇതുപോലെ എടുത്ത് മാറ്റുക. പിന്നെ അതുപോലെ ഞാൻ ഫ്ലാക്സീഡിൻ്റെ ഗുണങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല, അത്രത്തോളം ഗുണമുള്ളതാണ്. അതുപോലെ എള്ള് അല്ലാതെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എള്ളിലാണെങ്കിൽ നല്ല അയണും കാൽഷ്യം ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കൂടാതെ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ വേറെ എന്തെങ്കിലും പിസ്തയോ ഹേസൽനട്ടോ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചിയാസീഡൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തണുക്കാനൊന്ന് വെക്കാം. തണുത്തതിന് ശേഷം കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ടിട്ട് ഒന്നിച്ചടിക്കാൻ നോക്കരുത്, കാരണം അത് ഓയിൽ റിലീസായി വരും. അത് കാരണം പൾസ് ചെയ്ത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ കുറച്ച് തരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്, കാരണം നമ്മൾ ഡയറക്റ്റാണ് കഴിക്കട്ടോ, പാലിട്ട് കഴിക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് കഴിക്കുന്നവർക്ക് ഇങ്ങനെ എടുത്താൽ മതിയാവും. കുറച്ചൊരു എന്താ പറയുക, ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കഴിക്കാത്തവരാണ് ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചിട്ട് പാലിലിട്ട് മക്കൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിതുപോലെ ഇനി തണുക്കാനായിട്ട് ഞാൻ 3 സെക്ഷനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ വെള്ളം ഒട്ടും പാടില്ല കേട്ടോ, നന്നായിട്ട് അടച്ചു വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് കുറച്ച് പുറത്ത് വെക്കുക, ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അപ്പം പിന്നെ വെള്ളമുള്ള സ്പൂൺ തൊട്ട് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.